നമ്മുടെ സ്കിന്നിനെ ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആകെ 2 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം. ഒന്ന് റാഗി പൗഡറാണ്, 2 പാലാണ്. റാഗി പൗഡർ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ പച്ച മേടിച്ചിട്ട് ഉണക്കി പൊടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാം. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാക്കറ്റാണ് മേടിച്ചത്. 90 രൂപയായിരുന്നു കേട്ടോ. ചാവക്കാട് വി കെയറിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ റാഗി പൗഡർ മേടിച്ചത്. പിന്നെ പാലാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ ബൗൾ പാലാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ റാഗി പൗഡറാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടിയിട്ട് കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാല് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് കട്ട ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ കട്ട ഇല്ലാണ്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ. അപ്പോൾ പാലിലേക്ക് റാഗി പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അടുപ്പത്തേക്ക് വെക്കണേക്കാളും മുന്നേ തന്നെ നമ്മൾ കട്ട ഉടയ്ക്കണം കേട്ടോ. പെട്ടെന്ന് കുറുകി വരുന്ന സാധനമല്ലേ. പിന്നെ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരാഴ്ചയ്ക്ക് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. ചെറിയ ഒരു തീയിലിട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് കുറുകി വരുവേ. പിന്നെ നമ്മൾ കുറുക്കിയെടുക്കുമ്പോഴേ വല്ലാണ്ട് കട്ട പിടിക്കരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ. എന്ന് വെച്ചാൽ കാരണം നമ്മളൊരു 7 ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും ഇത് കൂടുതൽ കട്ടയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറുക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ഈ ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് പാലും റാഗിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. പാല് അലർജി ആയിട്ടുള്ള ആൾക്കാർ പാല് യൂസ് ചെയ്യേണ്ട കേട്ടോ. നോർമൽ വാട്ടറിൽ കുറുക്കിയെടുത്താൽ മതി. പാല് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഒന്നും കൂടെ നല്ല ഒരു എഫക്റ്റ് കിട്ടും. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അപ്പോൾ ചെറിയ ലെയറായിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. ഞാനിത് ആദ്യം ഒരു ചെറിയ ലെയറായിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിൽ 2-3 കോട്ടായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഡെയിലി 2 വട്ടം ചെയ്ത് നോക്കൂട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഞാൻ രാവിലെ കുളിക്കണേക്കാളും മുന്നേറ്റൊന്ന് ചെയ്യും. പിന്നെ രാത്രി ഉറങ്ങണേക്കാളും മുന്നേറ്റൊന്ന് അപ്ലൈ ചെയ്തിടും. ഒരു 15 മിനിറ്റ്സ് മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ തേച്ചിട്ട് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയ കാരണമാണ് കേട്ടോ ഞാൻ പറയണത്. എൻ്റെ ഫേസിന് തൈര് അധികം പിടിക്കത്തില്ല, പക്ഷെ പാല് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ റാഗി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത്. ഇത് എൻ്റെ സ്വന്തം ടിപ്പൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയത് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ നോർമലി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. 3 ലെയറായിട്ട് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യാം, 3 ലെയറായിട്ട് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ മുടിയിൽ ആവാതെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് മുടിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ. പിന്നെ നമ്മുടെ പിരികത്തിലും കണ്ണിൻ്റെ മേലൊന്നും ആവണോണ്ട് യാതൊരു നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഇരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മുഖത്ത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് നനച്ചതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യാൻ നോക്കുക. എനിക്കത് റിമൂവ് ചെയ്തപ്പോഴേ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്യാമറയിൽ കാണുന്നില്ല. ശരിക്കും അത് ക്യാമറയിൽ മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ക്യാമറയുടെ ക്ലാരിറ്റി കുറവായതുകൊണ്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ശരിക്കും അതിൻ്റെ റിസൾട്ട് കണ്ട് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇതിനി ഫേസിലോട്ട് ആ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണോ ആ റിസൾട്ട് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് കാണാത്തതെന്ന് അറിയണില്ല. പക്ഷേ ഓവറോൾ ഞാൻ ഇനി മൊത്തമായിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. മൊത്തമായിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇനി അടുത്ത വീഡിയോ മുതൽ ഞാൻ ഫേസിൽ കാണിക്കാണ്ട് കയ്യിൽ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കയ്യിൽ കാണിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആ പകൽ വെളിച്ചത്തിലൊക്കെ കൊണ്ടിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പക്കയായിട്ട് ചെയ്യാം കേട്ടോ. റിസൾട്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് എന്താണെന്നറിയില്ല, ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കണം, എനിക്കറിയില്ല. പക്ഷേ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ നോക്കി നോക്കും, നല്ലൊരു റിസൾട്ടാണ്. എനിക്കിനെ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ. ഫേസിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേഷ്യലൊക്കെ ചെയ്യില്ലേ, അപ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടില്ലേ, അതുപോലത്തെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഈ രാഗി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.